പലരും ചോദിക്കുന്നുണ്ട് ഈ ഉണ്ണിക്കുട്ടൻ ആരാണ് അങ്ങനെ ബോട്ടില് പോവാണ്. പഴക്കഞ്ഞി ഉണ്ണിക്കുട്ട നീന്ത് ഉണ്ണിക്കുട്ട. എന്റെ വേറെ ഡ്രസ്സൊന്നുമില്ല, ഞാൻ സാരില്ല. നീ ഒരു ചെറിയ കുട്ടിയല്ലേ. ഇതാണ് മഹാരാജാസ്. ഇവിടെ സ്റ്റേ ചെയ്യാനൊക്കെ ഒരു പ്രൊവക്കേഷൻ ഉണ്ട് കേട്ടോ. വർഷമായി കാണും ഈ റിസോർട്ട് പണിതിട്ട്. 25 വർഷം. 25 years ആയി. ഞാൻ ഇത്രയും വർഷം മിസ് ചെയ്തു. ഭാഗ്യേച്ചി, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വ്ളോഗ് എങ്ങനെ ഉണ്ടായിരുന്നു? ബ്രേക്ക്ഫാസ്റ്റ് വ്ളോഗ് ഒന്നുമല്ല. പലരും ചോദിക്കുന്നുണ്ട് ഈ ഉണ്ണിക്കുട്ടൻ ആരാണ്. നമുക്ക് ഉണ്ണിക്കുട്ടൻ ആരാണ് എന്ന് ആ സസ്പെൻസ് പൊളിച്ചാലോ? പൊളിക്കട്ടെ. അതോ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പൊളിക്കണം? കുറച്ചും കൂടെ കഴിയട്ടെ, എന്നിട്ട് പൊളിക്കാം. ആൾക്കാർ കുറച്ചു നേരം ആകാംക്ഷയോടുകൂടെ ഈ വീഡിയോ കാണട്ടെ. എന്നാലും ആരായിരിക്കും ഈ ഭാഗ്യേച്ചിയുടെ കൂടെ ഒരു കുട്ടി? ഞാനേ ദത്തെടുത്തതാ. അപ്പൊ നമ്മളങ്ങനെ സർപ്രൈസ് പൊട്ടിച്ചു? ഇല്ലല്ല, സർപ്രൈസ് ഇനിയുണ്ട്. ഇപ്പൊ ഞങ്ങള് പൂവാർ ഐലൻഡ് എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ്. വിഴിഞ്ഞം പൂവാർ എന്നൊക്കെ പറയുന്ന ആ സ്ഥലത്ത്, തിരുവനന്തപുരത്ത്. വരുന്ന ഗസ്റ്റ് ഇവിടെ പാർക്ക് ചെയ്തിട്ട് ബോട്ടിൽ പോണം. ഓ ഐലൻഡിലേക്ക് ബോട്ടിൽ പോയേ പറ്റൂ. ഞങ്ങളങ്ങനെ ബോട്ടില് പോവാണ്. പഴക്കഞ്ഞി പഴങ്കഞ്ഞി എടുക്കൂ. ചമ്മന്തി എങ്ങനെയാണെന്ന് പറയണം. ഉണ്ണിക്കുട്ട നീന്ത് ഉണ്ണിക്കുട്ട. എന്റെ വേറെ ഡ്രസ്സൊന്നുമില്ല, ഞാൻ സാരില്ല. നീ ഒരു ചെറിയ കുട്ടിയല്ലേ, അപ്പൊ നിനക്ക്
വെള്ളത്തിൽ ചാടാം, ഈ ഡ്രസ്സിൽ തന്നെ തിരിച്ച് കാറിൽ പോവാം. പനി വന്നാൽ എന്ത് ചെയ്യും? പനിയൊന്നും വരുമെന്ന് വിചാരിക്കാനേ പാടില്ല. നമ്മളൊക്കെ കുറച്ചുകൂടെ മെച്ചോർഡായിട്ട് ചിന്തിക്കണം. നീ നാട്ടും പുറത്ത് വളർന്ന ഒരു കുട്ടിയല്ലേ. 98 റൂംസ് ആണുള്ളത്. 98 ഇൻക്ലൂഡിംഗ് ഫ്ലോട്ടിംഗ് 15 ഫ്ലോട്ടിംഗ് കോട്ടേജ് ആണ്. 15 ഫ്ലോട്ടിംഗ് കോട്ടേജ്. പിന്നെ അതിന് ആയുർവേദത്തിന് വേണ്ടി നമുക്കൊരു 31 റൂംസ് ഉണ്ട്. അവിടെ ആയുർവേദ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു NABH അക്രഡിറ്റഡ് ആയിട്ടുള്ള ആയുർവേദ ഹോസ്പിറ്റലാണ്. കൂടുതലും നമ്മുടെ യൂറോപ്യൻ ഗസ്റ്റാണ് പഞ്ചകർമ്മ പ്രോഗ്രാംസിന് വരുന്നത്. ഇന്നലെ ഒരു സ്ലോവാക്യൻ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവരൊരു 20ഓളം പേരുണ്ടായിരുന്നു. ആയുർവേദ രാത്രി സപ്പോർട്ടായിട്ട് പോയി. പിന്നെ അടുത്ത് കുറച്ച് പേര് കുറേശ്ശെ കുറച്ച് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു 10ഓളം ആളുകളുണ്ടായിരുന്നു. മിശ്രം ചേർത്ത് ചൂടാക്കി ടേസ്റ്റ്. ആയുർവേദ റെസ്റ്റോറന്റ് തന്നെ ഉണ്ടാവും. നമുക്ക് ആയുർവേദ 2 റെസ്റ്റോറന്റ് ഉണ്ട്. അതെന്താ ഫുഡിന്? അത് നമ്മുടെ ഡോക്ടർ പറയുന്ന ആയുർവേദ ഫുഡാണ് അവിടെ സെർവ് ചെയ്യുന്നത്. പത്യം ഒക്കെ അത് തന്നെ. അതായത് വാത പിത കഫ എന്ന് പറഞ്ഞിട്ടുള്ള 3 അതുണ്ടല്ലോ ആയുർവേദത്തിന്റെ ദോഷാസ്, അതനുസരിച്ചുള്ള ഭക്ഷണമാണ് അവിടെ സെർവ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമുക്കെന്ന് പറയുന്നത് കൂടുതൽ യൂറോപ്യൻസ്, ജർമ്മൻസ്, അത് കഴിഞ്ഞിട്ട് റഷ്യൻസ്, പിന്നെ ഉക്രൈൻസ്, അങ്ങനെ എല്ലാ സ്ലോവാക്യൻസ്, അങ്ങനെ ഒരുപാട് കൺട്രീസ് ഉണ്ട്. ചില സമയത്ത് എന്ന് പറയുന്നത് ഒരു കൺട്രിയിലുള്ള ആളുകൾ കൂടുതലായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നു, അവർക്കൊരു റെസ്റ്റോറന്റ് അങ്ങ് ഡെഡിക്കേറ്റ് ആയിട്ട് എടുക്കും. അപ്പോൾ ഇത് ഇങ്ങനെ അധികം നമുക്ക് കസ്റ്റമർ ക്ലാഷസോ ഈഗോസോ ഓർത്തോട്ടില്ല. അതുകൊണ്ട് നമുക്ക് 2 റെസ്റ്റോറന്റ് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. ചില കൺട്രീസ് എന്ന് പറയുന്നത് റഷ്യനും ജർമ്മൻസും പരസ്പരം ചേരും. ഇപ്പൊ വാർ കഴിഞ്ഞതിന് ശേഷം റഷ്യനും ഉക്രൈനും പരസ്പരം ചേരത്തില്ല. അത് ഇവിടെ വരുമ്പോഴും ഉണ്ടല്ലേ അവർക്ക്. ഭയങ്കരതാണ്. അതായത് അവർക്ക് പറഞ്ഞാൽ അവരുടെ ഈഗോ അവരപ്പോ കുറെ നമ്മള് മറ്റുള്ള കൺട്രീസിനെ, അതായത് റഷ്യക്കാർ പറഞ്ഞ ഉക്രൈൻസിനെ നമ്മൾ കൂടുതൽ ടേസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഉക്രൈൻസ് പറയുന്ന പക്ഷെ അതുകൊണ്ട് ഇങ്ങനെ സെപ്പറേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫ്ലാഷസ് അങ്ങ് മാറ്റി കിട്ടും. ഈശ്വര, അതൊക്കെ ഉണ്ടല്ലോ. ഇതാണ് മഹാരാജാസ്. ഇവിടെ സ്റ്റേ ചെയ്യാനൊക്കെ ഒരു പ്രൊവക്കേഷൻ ഉണ്ട് കേട്ടോ. ഇതിന്റെ ബാത്റൂം നോക്കൂ, ജക്കുസി ഒക്കെ. നോർത്ത് ഇന്ത്യൻസും അധികം വരത്തില്ല. ഈ ടൈമില് ഫോറിനേഴ്സ് അധികം വരും. ഫോറിനേഴ്സ് വരത്തില്ല. അവരുടെ സമ്മർ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ മെയ് ജൂൺ ജൂലൈ ഇത് അവരുടെ സമ്മർ സീസൺ ആണ്. ഇവിടെ സമ്മർ ആവുമ്പോൾ അവർ ഒരിക്കലും ഔട്ട്സൈഡ് കൺട്രി പോകും. 22 എന്നൊക്കെ പറയുന്നത് അവരുടെ സമ്മറാണ്. അപ്പൊ അവർക്കെന്ന് പറയുന്നത് നല്ലൊരു ക്ലൈമറ്റ് ആണ്. ഏറ്റവും അവിടെ നിൽക്കുന്ന അവിടെ ഇലക്ട്രിസിറ്റി കോസ്റ്റ് എല്ലാ കോസ്റ്റും കുറയുന്ന സമയത്താണ്. ഇത് ആയുർവേദ ബേസ്. നല്ല കൂളിംഗ് ആണ് കേട്ടോ. ഇവിടെ ഉഷ്ണയെ അറിയില്ല അല്ലെ. ഈ മരങ്ങളുണ്ട്. നമുക്ക് മാവൻ തോപ്പാണ്. ഇഷ്ടം പോലെ മാവും കാര്യമൊക്കെ ഉണ്ട്. നമുക്ക് നല്ല തണുപ്പാവും. മാവെന്ന് പറഞ്ഞാൽ നമുക്ക് തണുപ്പ് റൂപ്പായാലും ഇതൊക്കെ ചെയ്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ പുതിയ ട്രെൻഡാണ് ഇതൊക്കെ ടൈൽസ്. ഇപ്പൊ അതൊരു നേരത്തെ ആണെങ്കിൽ നമ്മള് കല്ലായിട്ട് കട്ട് ചെയ്തെടുക്കുമായിരുന്നു. ഇപ്പൊ ഇതിൽ തന്നെ നമ്മുടെ ഫ്രണ്ടിലൊക്കെ ചെയ്യാനോ റൂമിന്റെ ഉള്ളിലോ ചെയ്യാനോ ടൈൽസ് പോലെ കിട്ടും. ഇത് ടൈൽസ് ആണ്. പണ്ട് നമ്മുടെ വീട്ടിലെല്ലായിട്ട് ഭിത്തിമേൽ കംപ്ലീറ്റ് വെക്കത്തൊക്കെ രീതിയിലായിരുന്നു. ഇതെന്ന് പറയുന്നത് ഇപ്പൊ സൈസ് അനുസരിച്ചിട്ട് കല്ല. നമ്മുടെ ജയ്കുമാർ പുള്ളിയാണ് ഡിസൈൻ ചെയ്യിച്ചത്. ഇതെന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത് ചെറിയ പ്രാണികൾ ഇഷ്ടം പോലെ വരും. പിന്നെ പക്ഷികൾ ഏറ്റവും ഫുഡ് വെച്ചിരിക്കുന്നതാണ് പക്ഷികൾ. കാക്കകളും കുരുവിയും അങ്ങനെ പ്രാണികൾ ആയുർവേദ വില്ലേജ്.
ഇതും ആയുർവേദ റെസ്റ്റോറന്റ്. യോഗ ഉണ്ടല്ലേ ഇവിടെ? യോഗ മെഡിറ്റേഷൻ അത് ഒരു യോഗ ടീച്ചർ ഡെയിലി ഇവിടെ ഉണ്ട്. സൺഡേ അത് ഇല്ല. അതുപോലെ എല്ലാ ദിവസവും 7 to 8 o'clock യോഗയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡ് ക്ലാസ് ഉണ്ട്, 2 ക്ലാസ് ഉണ്ട് ഒരു ദിവസം. 8 to ഈവനിങ്ങും ഉണ്ട്, 11 മണിക്ക് തൊട്ട് 12 മണി വരെയുണ്ട്. ഇവർക്ക് എല്ലാ ദിവസവും നമ്മൾ ആൾട്ടർനേറ്റ് വീക്കിലി 2 കേരള പ്രോഗ്രാംസ് ഉണ്ടാകും. ചൊവ്വയും വെള്ളിയാഴ്ചയും. അതായത് ഒന്ന് നമ്മുടെ കടലിലെയാണെങ്കിൽ വേറെ ദിവസം കളരി പേറ്റ് ആയിരിക്കും, വേറെ ദിവസം മോഹിനിയാട്ടമാണ്, വേറെ ദിവസം അങ്ങനെയുള്ള കേരള പ്രോഗ്രാംസ് എല്ലാം ഉണ്ട്. പിന്നെ ഇപ്പോൾ 14 ദിവസമാണ് ഇവിടെ നിന്ന് സ്റ്റേ ചെയ്യുന്നത്. ഒരു ദിവസം നമ്മുടെ കേരള ഓണം സെലിബ്രേഷൻ, നമ്മുടെ കേരള ഡേ എന്ന്. അപ്പോൾ കേരളത്തിന്റെ സാരി, ലേഡീസിനൊക്കെ സാരി, ജെൻസിന് മുണ്ടും ഗിഫ്റ്റായിട്ട് കൊടുത്ത് അതൊരു കോസ്റ്റ്യൂം ആയിട്ട് എന്നിട്ട് നമ്മുടെ കേരളത്തിൽ ഓണത്തിന് നമ്മൾ എന്തൊക്കെ ആഘോഷമുണ്ട് ആ ആഘോഷങ്ങളെല്ലാം ഉണ്ട്. അത്തപ്പൂടർ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ വാഴയുടെ ഇലയിൽ സദ്യയും ട്രഡീഷൻ ഒരു ദിവസം അവർക്ക് നമ്മുടെ കേരളത്തിന്റെ തനതായ കൾച്ചർ എന്താണെന്ന് പറയുന്നത്. അതായത് ഒരിക്കൽ പോയിട്ട് 3-4 അവിടെ നോക്കിയായിരുന്നു, നമുക്കൊരു ബോർഡുണ്ട്. 20 പ്രാവശ്യം 25 പ്രാവശ്യം മുന്നോട്ട് പോകും. വീണ്ടും വീണ്ടും കാരണം അവരുടെ ആ ഒരു ബെനിഫിറ്റ് കിട്ടുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട്. കാരണം എന്ന് പറയുന്നത് ഏറ്റവും ഒരു ട്രീറ്റ്മെന്റ് റൂമാണ്. ഇത് ഇത്ര എംഫസൈസ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ ഒരു റിലാക്സേഷൻ, അതായത് ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവർ കൂടുതൽ തരത്തിലുള്ള ഒരു സപ്പോർട്ടേഷനോ ഒരു ഹെസിറ്റേഷനോ ഉണ്ടാവില്ല. കൂടുതൽ അവർക്കൊരു ചെറിയൊരു ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു ഓയിലിന്റെ സ്മെല്ലോ ഒന്നും കാണത്തില്ല. മറ്റേ പറഞ്ഞ ഒരാളിപ്പോ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ ബോഡി സ്മെല്ലും അവരുടെ സ്മെല്ലും ഒക്കെ നിൽക്കും. അത് ചില ഫോറിനേഴ്സിന് അത് ഇഷ്ടപ്പെടത്തില്ല. അതൊരു ഹൈജീൻ. ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഫ്രഷ് നമ്മുടെ അറിയാം, നമ്മുടെ കൾച്ചർ പ്രകാരം നമ്മുടെ വാസ്തു എന്ന് പറയുന്നത് തന്നെ സണ്ണും എയറും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ ബോഡിയിൽ പോയാൽ നമുക്ക് അസുഖങ്ങളില്ലാതെ പോകത്തുള്ളൂ. നമ്മുടെ വീടായാലും അങ്ങനെയാണ് വാസ്തു ചെയ്തിരിക്കുന്നത്. അതായത് എപ്പോഴും നാച്ചുറൽ ലൈറ്റും വരണം, ഫ്രഷ് എയറും കിട്ടും, എന്നാലേ നമുക്ക് അസുഖങ്ങളില്ലാതെ. കാരണം നെഗറ്റീവായിട്ടുള്ള നമ്മൾ വിടുന്ന കാറ്റ് കാര്യങ്ങൾ നമ്മുടെ വീട്ടിൻ്റെ അകത്ത് കാണും. പലരും പലയിടത്തുനിന്ന് പോയിട്ട് വരുന്ന ആ ഇത് കാണും. അതൊക്കെ ഇങ്ങനെ എയർ ഫിൽറ്റർ ചെയ്ത് കൊണ്ടുപോകും. എപ്പോഴും വെന്റിലേഷൻ എപ്പോഴും അതെന്ന് പറഞ്ഞാൽ ഫ്രഷ് എയർ വന്നിട്ട് പോകാൻ പറ്റും. ഫ്രഷ് എയർ എത്ര വരുന്നു അത്രയും നമ്മൾ ഫ്ലോ കാറ്റുണ്ടാവും, അത്രയും അകത്തുള്ള നെഗറ്റീവ്നെസ് മോശമായ സാധനങ്ങളൊക്കെ തളിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ കോൺക്രീറ്റ് ബിൽഡിങ്ങിലായാലും സിറ്റുവേഷൻ അങ്ങനെ ആയിപ്പോയി. പിന്നെ നമ്മുടെ സെക്യൂരിറ്റി പണ്ടത്തെ പോലെ അല്ല. വലിയ ബാത്റൂം. എങ്ങനെയുണ്ട്? അടിപൊളി. ഈ കാണുന്നതാണ് ഞങ്ങളുടെ യോഗ സെന്റർ. നമ്മുടെ നേരെ എയർപോർട്ടിന്റെ നേരെ അടുത്താണ്. ബീച്ച് വ്യൂ എല്ലാം ഉള്ളത്.
നമ്മളിപ്പോ കാണാൻ പോകുന്നത് ഫ്ലോട്ടിംഗ് കോട്ടേജ് ആണ്. നോക്കാം, ഈ ഫ്ലോട്ടിംഗ് കോട്ടേജ് എന്ന് പറയുമ്പോൾ അങ്ങ് ഒഴുകി അങ്ങ് നടക്കുകയല്ല, വെള്ളം കയറുന്നതിനനുസരിച്ച് ഇതിങ്ങനെ എന്തായാലും സേഫ് ആണ്. കണ്ടോ, ബാൽക്കണി ഉണ്ട്, അത് കാണിക്കാം. ഇതാണ് ബാൽക്കണി. ഇവിടെ നേരെ കടലും കടലിൽ കായലും മുറിയുന്ന സ്ഥലമാണ്. ആ ഒരു കൃഷിപ്പാറ പോലെ കാണുന്നത് അവിടെ. അത് സമയമാകുമ്പോ കൂടുതൽ വെള്ളം കടലടി കുറവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി മുറിയും. അതിലപ്പോ ആരെങ്കിലും പോയി മുറിക്കും. അല്ലാത്ത സമയമാണെങ്കിൽ, നല്ല കടലടി ഉള്ള സമയമാണെങ്കിൽ പൊഴി മുറിഞ്ഞു പോകും ഓട്ടോമാറ്റിക്കലായിട്ട്. ഈവനിങ് ഒക്കെ ഇരിക്കാൻ ഒരു നല്ലൊരു പ്ലസന്റ് ആയിട്ടുള്ള വർഷമായി കാണും ഈ റിസോർട്ട് പണിതിട്ട്. 25 വർഷം, 25 years ആയി. ഞാൻ ഇത്രയും വർഷം മിസ് ചെയ്തു. 2000-ലാണ് നമ്മളത് ഇനാഗുറേറ്റ് ചെയ്തത്. ബിഗിനിങ്ങില് 99 ഡിസംബർ ലാസ്റ്റ് വീക്കിലാണ് സോഫ്റ്റ് ഓപ്പണിംഗ്. ജനുവരി 1st ഫുള്ളി പ്രൊഡക്ഷൻ സ്റ്റാർട്ടിങ്. ഹലോ, ഭാഗ്യേച്ചി, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വ്ളോഗ് എങ്ങനെ ഉണ്ടായിരുന്നു? ബ്രേക്ക്ഫാസ്റ്റ് വ്ളോഗ് ഒന്നുമല്ല, നമ്മുടെ റിസോർട്ട് വ്ളോഗ് ആയിരുന്നു. അതെ, നമ്മുടെ രണ്ടാമത്തെ പൂവാർ ഐലൻഡ് റിസോർട്ട് ആയിരുന്നു. നല്ല ഗംഭീരമായിരുന്നു. ഉണ്ണിക്കുട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഉണ്ണിക്കുട്ട അടിപൊളിയായിരുന്നു, നല്ല അടിപൊളി റിസോർട്ടായിരുന്നു. റിസോർട്ടായിരുന്നു കേട്ടോ, അടിപൊളി റിസോർട്ട്. ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ അതിനെ മിസ് ചെയ്തല്ലോ എന്നാണ്. അത്രയ്ക്ക് നല്ല 25 വർഷമായി. ഇതും ഈ പറഞ്ഞ മാതിരി രാവിലെ ഉണ്ടിരിക്കണ നായർക്ക് ഒരു വിളി തോന്നി എന്ന് പറഞ്ഞ മാതിരി അവിടെ ഇറങ്ങിയതാ. ഞാൻ അങ്ങോട്ട് ഇറങ്ങിയതാ. ബീച്ചിൽ പോയ ഞങ്ങളാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. രാവിലെ 6 മണിക്ക് ബീച്ചിൽ പോയ ഞങ്ങളിപ്പോൾ ദേ ഇവിടെ ഇങ്ങനെ. രാവിലെ 6 മണിക്ക് ഉണ്ണിക്കുട്ടന് ശംഖുമുഖം ബീച്ച് കാണിച്ചു തരാന്ന് പറഞ്ഞു കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങള് അവിടുന്ന് നേരെ ഈ റിസോർട്ടിലേക്ക് വിട്ടു. കൂടി നമ്മുടെ യാത്ര വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. പിന്നെ പലർക്കും ഇതാരാണ് ഈ ഉണ്ണിക്കുട്ടൻ, ആരാണ് ഈ ഉണ്ണിക്കുട്ടൻ എന്നൊരു ചോദ്യമുണ്ട്. ഉണ്ണിക്കുട്ട, നമുക്ക് ഈ എപ്പിസോഡില് അത് റിവീൽ ചെയ്യണോ? അത് അടുത്ത എപ്പിസോഡിൽ റിവീൽ ചെയ്യാം. പാവല്ലേ ആൾക്കാര്, പറഞ്ഞേക്കാം. അപ്പോഴേ ഉണ്ണിക്കുട്ടൻ എന്റെ ഫ്രണ്ടിന്റെ മോനാണ്, ഒരു പാലക്കാടൻ കുട്ടിയാണ്. ഇവനെയും കൊണ്ട് ഞാനിങ്ങനെ നടക്കുമ്പോ പലരും ചോദിക്കും പേരക്കുട്ടിയാണോ എന്ന് ചോദിക്കും. അപ്പൊ ഞാനില്ല, എന്റെ ഫ്രണ്ടിന്റെ മോനാണ് എന്നിങ്ങനെ പറയും. പിന്നെ ഞാൻ അതങ്ങോട്ട് നിർത്തി. ഇപ്പൊ ആരെങ്കിലും അങ്ങോട്ട് പറയുന്നതിന് മുമ്പ് ഞാൻ പറയും ഇതെന്റെ പേരക്കുട്ടിയാണ്, ഇപ്പൊ വെക്കേഷന് വന്നിരിക്കുക എന്ന് ഞാൻ തന്നെ അങ്ങോട്ട് പറയും. എല്ലാവരും പറഞ്ഞു, ഛേ ഫ്രണ്ടിന്റെ മോൻ, ഈ ഒരു നിസാര കാര്യം പറയാനാണ് ഇപ്പൊ ഇത്ര സസ്പെൻസ്. ഞങ്ങൾ വിചാരിച്ചു ദത്തത്തെ കുട്ടി വെച്ചേ പോകുന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇത്ര കാത്തിരുന്നൊക്കെ. ഓൾറെഡി എനിക്ക് 2 കുട്ടികളുണ്ട്. ഇനി ഞാൻ ദത്തെടുക്കുകയാണെങ്കിൽ ഒരു പെൺകുട്ടിയെ മാത്രം
മാത്രമേ ഞാൻ ദത്തെടുക്കുള്ളൂ. ഇനി എനിക്ക് ആൺകുട്ടി വേണ്ട, എനിക്ക് പെൺകുട്ടി മതി. എനിക്കൊരു പെൺകുട്ടി ഇല്ലാത്തതിന്റെ നല്ല സങ്കടമുണ്ട്. അപ്പോ അങ്ങനെ കഴിയാറായി ഉണ്ണിക്കുട്ടന്റെ വെക്കേഷൻ ഏകദേശം കഴിഞ്ഞു. ഉണ്ണിക്കുട്ടൻ മറ്റന്നാള് പോകും. അങ്ങനെ ഞാൻ വീണ്ടും മുഷിയ സ്ത്രീ എന്ന് പറഞ്ഞ മാതിരി ഞാൻ വീണ്ടും ഒറ്റയ്ക്കാവും. ഉണ്ണിക്കുട്ടൻ നല്ല എന്റർടൈൻമെന്റ് ആയിരുന്നു കേട്ടോ. വീട്ടില് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അയ്യോ, വേണമെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു ഭാഗ്യന്റെ അടുത്ത്. ഞാൻ പോകുമ്പോ ഭാഗ്യജീനെ ഞാൻ കൂടെ കൊണ്ടുപോകും. എങ്ങനെയുണ്ട്? അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ ഉണ്ണിക്കുട്ടൻ ആരാന്ന് മനസ്സിലായല്ലോ. പൊട്ടിച്ചില്ലേ? അപ്പൊ വീണ്ടും അടുത്ത വർഷം ഉണ്ണിക്കുട്ടൻ വരുന്നതായിരിക്കും. അതിനു മുമ്പേ നമ്മൾ ഒരു വീഡിയോയും, ഞാൻ പോകുന്നതിന് മുമ്പേ ഒരു വീഡിയോയും കൂടി ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് അപ്പൊ കാണാം. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഫ്രം ഭാഗ്യലക്ഷ്മി ആൻഡ് ഉണ്ണിക്കുട്ടൻ. അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നു. ഞങ്ങളെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഞങ്ങളുടെ കോഴിക്കോടൻ യാത്രയില് ഞങ്ങള് രണ്ടുപേരും ഓരോ പാട്ട് പാടി. ഉണ്ണിക്കുട്ടൻ ഒരു പാട്ട് പാടി. എന്തായിരുന്നു? ഏത് പാട്ടായിരുന്നു അത്? എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഏതൊരു പാട്ട് പാടി. പക്ഷെ ഞങ്ങൾ രണ്ടുപേര് പാടിയ പാട്ടിനും കോപ്പിറൈറ്റ് വന്നു. ആ കോപ്പിറൈറ്റ് വന്നതുകൊണ്ട് എന്താണ് സംഭവിച്ചത് ഭാഗ്യലക്ഷ്മി? അതെന്തെങ്കിലും ആയിക്കോട്ടെ, എന്നാലും അത് നമുക്കൊന്ന് മൂളിപ്പാട്ട് പോലും പാടാൻ പറ്റില്ല എന്ന് പറയണ എന്ത് തരം നിയമാണല്ലേ? ഞങ്ങള് വിത്ത് ഓർക്കസ്ട്ര ഗാനമേള എന്നല്ല നടത്തിയത്. ഞങ്ങള് ഡ്രൈവ് ചെയ്യുമ്പോ പാട്ട് പാടിയല്ലേ ഉള്ളൂ. ഇത് എന്തൊരു കഷ്ടമാണത്. ഇവരുടെ പാട്ട് ഒരു മനുഷ്യൻ മൂളാൻ പാടില്ല, അപ്പൊ കോപ്പിറൈറ്റ് എത്ര. അത് ഭയങ്കര കഷ്ടമായി പോയി. പക്ഷെ എന്നാലും ഞാനത് അതിന്ന് മൂവി ഡിലീറ്റ് ചെയ്യാനൊന്നും ഞാൻ പോയില്ല. അങ്ങനെ അങ്ങോട്ട് പൊക്കോട്ടെ, കുഴപ്പമില്ല. നമുക്ക് മോണിറ്റൈസേഷനേക്കാൾ വലുത് ഞങ്ങളുടെ ഉണ്ണിക്കുട്ടന്റെ പാട്ടാണ്. അയ്യോ, താങ്ക് യു. അപ്പൊ നമ്മൾ നമ്മുടെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഭാഗ്യലക്ഷ്മീസ് വ്ളോഗ്സ് കാണുന്ന എല്ലാവർക്കും താങ്ക് യു എന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞു. അല്ലേ? പറഞ്ഞില്ലേ? അപ്പൊ നമുക്ക് കാണാം. ബൈ ബൈ.